രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തിരുവല്ല 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ഇന്നലെ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. വിധി പ്രതികൂലമായാൽ ജില്ലാ കോടതിയിൽ ഉടൻ തന്നെ ജാമ്യാപേക്ഷ നൽകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം. വിശദാംശങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമാണ്. കോടതി ജാമ്യം നൽകുമോ എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്നത്. അഥവാ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കമാണോ രാഹുലിന്റെ അഭിഭാഷകർ നടത്തുന്നത്? അതെ കെ.പി. നിലവിൽ എന്തായാലും ഇന്നലെ ഈ ജാമ്യാപേക്ഷയിൽ തിരുവല്ല 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വിശദമായിട്ടുള്ള വാദം നടന്നിരുന്നു. 2.5 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും പ്രതിഭാഗം പറയുന്നത് ഇതിൽ കുറ്റം നിലനിൽക്കുന്നതല്ല എന്നും അതുമാത്രമല്ല പ്രതിക്ക് ജാമ്യത്തിന് അർഹതയുണ്ട് എന്നും പ്രതി ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയാലും നാട് വിട്ടു പോകാൻ സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണം. അതുമാത്രമല്ല ഈ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ചട്ടലംഘനങ്ങളും പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഒപ്പം പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് തെളിവുകൾ മുന്നിൽ വെച്ച് തന്നെയാണ് പ്രോസിക്യൂഷനും വാദിച്ചത്. പ്രതി ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ്. ഒപ്പം ഈ കുറ്റകൃത്യങ്ങളിൽ സമാനമായിട്ടുള്ള രീതി അയാൾ അവലംബിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഇയാൾ വീണ്ടും പോലീസിനെയും ജനങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് മുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനും കൃത്യമായിട്ട് കോടതിക്ക് മുൻപാകെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഇന്നലെ നടപടികളൊക്കെ പൂർത്തീകരിച്ചത്. എന്തായാലും ഇന്ന് ജാമ്യാപേക്ഷയിൽ തിരുവല്ല 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയുകയാണ്. 11 മണിക്ക് ശേഷം ആയിരിക്കും ഈ വിധി പ്രസ്താവം ഉണ്ടാവുക. ഇന്നൊരു പക്ഷേ വിധി പ്രതികൂലമാവുകയാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിന് പ്രതികൂലമാവുകയാണെങ്കിൽ മേൽക്കോടതിയിൽ അപ്പീൽ പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. ഇന്ന് തന്നെ സെഷൻസ് കോടതി, ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിക്കുമെന്നുള്ളതാണ് രാഹുലിന്റെ അഭിഭാഷകർ അറിയിച്ചിരിക്കുന്നത്. രാഹുലിന് വേണ്ടി ശാസ്തമംഗലം അജിത്ത് എന്ന് പറയുന്ന അഭിഭാഷകനാണ്. അദ്ദേഹം ഇന്നലെ നേരിട്ട് തന്നെ ഹാജരാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ രാഹുലിന്റെ രാഹുലിൽ നിന്ന് പിടിച്ചെടുത്തുള്ള 2 ഫോണുകൾ അന്വേഷണ സംഘം ഇന്നലെ തിരുവല്ല കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കൂടി കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും രാഹുലിനെ നിലവിൽ ഇപ്പോൾ റിമാൻഡിലാണ്. മാവേലിക്കര സബ് ജയിലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. കൂടുതൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നില്ല അന്വേഷണ സംഘം. 3 ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നു രാഹുലിനെ. അതിനുശേഷം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഒപ്പം തിരുവല്ലയിലെ ഈ ലൈംഗിക അതിക്രമം നടന്ന ഹോട്ടലിലടക്കം എത്തിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടപടികളും അന്വേഷണ സംഘം പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കസ്റ്റഡി കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ രാഹുലിനെ റിമാൻഡിലേക്ക് മാറ്റിയത്. എന്തായാലും ഇന്ന് രാഹുലിന് ഏറെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. ജാമ്യാപേക്ഷയിൽ ഒരു പക്ഷേ പ്രതികൂലമായി തന്നെ ആയിരിക്കും രാഹുലിന് വിധി ഉണ്ടാവുക എന്നുള്ള വിലയിരുത്തലാണ് നിലവിൽ നിയമവിദഗ്ധരുടെ ഭാഗത്തുനിന്ന് അടക്കം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഇന്ന് തന്നെ അപ്പീൽ പോകുമെന്നുള്ളതാണ് രാഹുലിന്റെ ഭാഗം അറിയിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. വിശദാംശങ്ങളാണ് ഗോകുൽ രമേശ് നൽകിയത്.